Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, കുറച്ച് ma'am. സ്ഥലം കണ്ടിട്ട്. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. സുഖാണോ എല്ലാവർക്കും? സുഖാണ് മിസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആരാണ് പ്രയർ പാടുന്നത്? ആരെങ്കിലും ഒരാള് സീന ആണോ? സീന ജോസ് ആണോ പാടുന്നത്? സീന പാടിക്കോളൂ കേട്ടോ. സീന ഹലോ മിസ്, ആരാണ്? അജിത മിസ്. ഇന്ന് പ്രേയർ പറയേണ്ട ഒരാൾ ഇന്ന് അവർ ആബ്സെന്റ് ആണ്, അതുകൊണ്ട് ആരുമില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മലയാളത്തിൽ കുറച്ച് പ്രേയർ പറയാം. എന്നും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കൂടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുനാളവും പൂമണിമേടയും തുല്യമത്തരും ശക്തിയും നീയല്ലോ. എന്നുമെന്നും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കൂടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. അത്ര അറിയത്തുള്ളൂ മിസ്, പെട്ടെന്ന് ചൊല്ലിയതാ. ഇങ്ങനെയൊക്കെയാണോ പഠിക്കുന്നത്? നന്നായിരുന്നു കേട്ടോ. ഇനി സൈനിങ് ആരാ? ഞാനാണ്. ഹലോ, കേൾക്കണ്ട? ക്ലിയർ ആവുന്നില്ലല്ലോ. കേൾക്കണ്ട? ഹലോ. പറഞ്ഞു. Good afternoon, everyone. I am Taksina Mujib. I am so glad to see you all here today. I want to welcome our teacher, Milroth, and all of my friends to class. Let's make today a positive and productive day, and remember to always believe in ourselves and each other. Welcome to Lumi to say thought. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ? വേറെ എന്തെങ്കിലും? Thank you. തോട്ടുണ്ട്. തോട്ട് പറഞ്ഞോളൂ. നിമ്മി തോട്ട് പറയട്ടെ മാം. പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തോ. Umbrella can stop the rain, but can make us stand in rain. Confidence may not bring success, but give us power to face any challenge in life. APJ Abdul Kalam sir. കുട ഒരിക്കലും മഴ പെയ്യുന്നതും നിർത്തുന്നില്ല, പക്ഷെ കുടയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മഴയിൽ നിൽക്കാൻ കഴിയുന്നു. കോൺഫിഡൻസ് ഒരിക്കലും സക്സസ് ആകില്ലായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നൽകുന്നു. താങ്ക് യു. കഴിഞ്ഞില്ലേ? വെൽക്കം ടു സജന പോയം recitation.
Hi everyone, hope you all are safe and happy. Today I am going to recite a poem written by Ruskin Bond. The title of the poem, Don't Be Afraid of the Dark. The poem described it. Let's begin. Don't be afraid of the dark, little one. The earth must be rust when the day is done. The sun must be harsh, but moonlight never, and those stars will be shining forever and ever. Be friends with the night, there is nothing to fear. Just let your thoughts travel to friends far and near. By day, it does seem that our trouble won't cease, but at night, late at night, the world is at peace. Thank you. Have a nice day. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Okay, ma'am. ഓക്കെ. ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ? ചെയ്തോ എല്ലാവരും? ചെയ്തു ആരാ വായിക്കാവുന്ന ഇഷ്ടമുള്ളവര് വായിച്ചേ. സീന വായിക്കോ? ആരെങ്കിലും വായിക്കാരെങ്കിലും? ഞാൻ വായിക്കാം മിസ്. Daily routine. Time 6 a.m. Activity will get up and morning 6:30 a.m. Morning meal breakfast will be prepared. 7:30 a.m. will wash the dishes. Room will be cleaned. 8:30 a.m. the clothes will be washed and plants will be watered. Water will be poured for vegetables. 9:30 a.m. have breakfast. 11 a.m. newspaper reading. 12 a.m. online class. 1:30 p.m. lunch time. 2:30 to 4 p.m. rest time. 4 p.m. tea time. 4:30 p.m. tea will be made for the children. 5 p.m. to 6 p.m. I will spread the time with my children and watch TV. 7 a.m. prepared dinner. 7:30 p.m. bath. 8 p.m. to 10 p.m. dinner and study time. 10:30 p.m. will sleep. നന്നായിട്ട് ചെയ്തു. Okay, miss. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എത്ര മണിക്കാണ്? 9:30ക്കാണല്ലോ. എന്തുപറ്റി? എത്ര മണിക്കാ? വെള്ളം പറഞ്ഞത് ശരിയാണ് മിസ്, എപ്പോഴും അങ്ങനെ പറ്റാറുള്ളൂ. ഓക്കെ, നേരത്തെ കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ മിസ്. ഇനി പേര് ഓക്കെ. ഓ വാവ്, നല്ല ഭംഗിയുണ്ടല്ലോ ചെയ്തിരിക്കുന്നത്. എടാ മ്യൂട്ട് ഒന്ന് മാറ്റിയേ, മ്യൂട്ട് മാറ്റി. ആ ഓക്കെ. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാ, അപ്പൊ അതുകൊണ്ട് ഞാൻ വരച്ചു തന്നെ അത് ചെയ്തേ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒന്ന് വായിക്കാമോ അത്? വായിച്ചോളൂ കേട്ടോ ഒന്ന്. Wake up, daily routine. Wake up 6 a.m. Brushing and a face wash. Cook அது வந்துட்டு 6 to 50 a.m. Cook 6:50 to 7:30 a.m. Get the child ready for Anganwadi. 8 to 8:30 a.m. Eat breakfast 8:30 to 9 a.m. പിന്നെ ക്ലീനിങ്, ഹോം ക്ലീനിങ്. ലഞ്ച് 11 o'clock 12 to 3 p.m. അതിൻ്റെ ഇടയ്ക്ക് ഈറ്റ് ലഞ്ച് 12:30 to 1 p.m. പിക്ക് മൈ ചൈൽഡ് അംഗനവാടി 3:20 p.m. to 4.
Playtime. Child make a snacks tea. 4 to 5:30 p.m. Watch TV. 5:30 to 6 p.m. Have a shower. 6 to 6:30 p.m. Prayer time. 6:30 to 7 p.m. Cook dinner. 7 to 7:30 p.m. Eat dinner. 8 p.m. to 8:30 p.m. Wash the plate. 8:30 to 9 p.m. Go to sleep 9:30. Thank you, ma'am. ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി ആരാ വായിക്കാം? മാം ഞാൻ വായിക്കാം. അമീഷ. Okay, ma'am. 6 a.m. to 8:30 a.m. Take morning activities and make breakfast. Feed the baby and leave husband for his job. 9 a.m. Give breakfast for my son and take my breakfast. 10 a.m. Fed the baby and make lunch. 11 a.m. Make ragi or boiled banana for my elder son and take bath for him. Also take bath for my older son. 12 p.m. sleeps my babies and I go for taking bath and attend the online class. 1:30 to 3:30 p.m. Take lunch and serve lunch to all and then cleans the kitchen and wash vessels and go for rest. 4 p.m. to 6 p.m. Give lunch to my son and fed the baby, then sleeps my little one and I and my elder son go for playing. 7:30 p.m. to 9:30 p.m. Make dinner and take my husband's daily things and gave him dinner and fed my baby, then sleeps my son. 10 p.m. to 11 p.m. Clean the kitchen and wash the vessels and I go for bed for sleeping. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. Thank you. ഇനി ആരാ? ഇനി ഞാൻ വായിക്കട്ടെ. രമ്യ വായിച്ചോ. Daily routine. 5 a.m. wake up morning and food preparation. 5:30 brush my teeth. 6 wake up my son and help. Morning routine. 7:15 breakfast. 8 o'clock send my son to school. 8:30 cleaning house. 9:30 washing clothes. 11:30 take a bath. 12 to 1 p.m. online class. 1:30 lunch. 2 p.m. free time and rest time. 3:30 tea making. 6 p.m. I help my son to study. 7:30 I have dinner. 8:30 I wash my vessel and clean kitchen. 9:30 bed night. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. ഇനി ആരാ? ഞാൻ വായിക്കാം മിസ്സേ. ആ, യേശ്. 5:30 wake up and morning hygiene. 5:45 went to kitchen for food preparation. 7 a.m. wake up children and helps them to do their daily routine. 7:30 a.m. have a bath. 8 a.m. have breakfast. 8:45 send children to the school. 9 a.m. cleaning and washing. 10 a.m. have a snack or fruits. 10:30 spend with books and phone. 12 p.m. online class. 1:30 have lunch. 2 have a sleep. 3:30 prepare tea and snacks. 4:30 went to driving class. 6 p.m. prayer. 6:30 helps them in their studies. 8 p.m. have a dinner. 9 p.m. time to sleep. ഓക്കെ, നന്നായിരുന്നു. ഡ്രൈവിംഗ് 4 അല്ലെങ്കിൽ 2 എടുക്കുന്നത്? 4-wheeler. 4. ആ. ഓക്കെ ഓക്കെ. സ്കൂട്ടർ ഓടിക്കോ? ബൈക്ക് ഓടിക്കോ? ഓടിക്കും. ഇനി ആരാ? ലിൻഡു. ലിൻഡു പൗലോ. Yes, madam. 6:15 a.m. wake up and toilet. 6:30 a.m. make breakfast. 7 a.m. wash clothes. 7:15 a.m. teeth brush and wake up children. 7:30 a.m. eat breakfast. 8 a.m. prepare lunch. 30 a.m. bath children and wash clothes. 9 a.m.
clean the house. 9:30 a.m. one children go to school. 9:45 a.m. other children go to nursery. 10 a.m. study time. 11 a.m. snack time. 12 to 1 p.m. online class. 1:30 p.m. lunch time. 3 p.m. pick up children to nursery. 3:30 p.m. snack preparation and tea time. 4:45 p.m. children pick up to school bus and spend time for children. 5 p.m. bath the children and wash clothes. 6 p.m. bath bathing. 6:30 p.m. study for children health. 7:30 p.m. prayer time. 8 p.m. dinner for children and others. 9 p.m. clean the kitchen and wash vessels. 9:30 p.m. milk. 10 p.m. sleep time. Thank you. നന്നായിരുന്നല്ലോ. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല കഴിവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുറത്തെടുക്കുക ഓരോ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, ഇന്ററാക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തുടരാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതിലൂടെ പറയാനായിട്ട് പറ്റും. ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ഫുഡിനെ പറ്റിയായിരുന്നു അല്ലെ. ഹെൽത്തി ഫുഡ് ഏതാണ്, അൺഹെൽത്തി ഫുഡ് ഏതാണ്, അതിന്റെ ദോഷഫലങ്ങള്, ഗുണങ്ങള് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 3, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, the growing children require healthy food for their proper development. എന്താ പറയുന്നത്? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കോന്ന്. മൈൻഡിലൊന്ന് റീഡ് ചെയ്തേ. എന്നിട്ട് മിസ് പറഞ്ഞു തരാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാല് ഒന്ന് കമന്റ് ഇടാം. ഓക്കെ ആണോ? ഓക്കെ, പറയാം. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? The growing children require healthy food for their proper development. അല്ലെ, എന്താണ്? വളർന്നുകൊണ്ടിരിക്കുന്ന ചിൽഡ്രൻസിന് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? എന്താ ആവശ്യം? Healthy food. Okay. Nutrition. School children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomach. The food they eat should provide energy and nutrient in a compact form. എന്താ പറയുന്നത്? ഫോം. എന്താ പറയുന്നത്? ഈ പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എത്ര തൊട്ട് എത്ര വയസ്സ് വരെയുള്ള ചിൽഡ്രൻസ് ആയിരിക്കും? അംഗനവാടി 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ 6 വയസ്സ് വരെയുള്ള ചിൽഡ്രൻസിനെയാണ് നമ്മള് പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ വയറ് എന്താണ്? കുഞ്ഞു വയറായിരിക്കും അല്ലെ? ആണോ? നമ്മളെ പോലെയുള്ള വലിയ വയറായിരിക്കോ? ഇല്ല അല്ലെ. കുഞ്ഞു കുട്ടികളുടെ വയറ് കുഞ്ഞിതായിരിക്കും. അവർക്ക് നമ്മള് ഫുഡ് കൊടുക്കുമ്പോ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനർജി ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാനായിട്ട്. അതെന്തിനാ സഹായിക്കുന്നത്? എന്തിനു സഹായിക്കും? അവരുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്. അവരുടെ വളർച്ചയ്ക്ക് the food they eat should provide energy and nutrients a compact form. നമ്മള് എന്താണ് ഫുഡ് കൊടുക്കുമ്പോ എനർജിയുള്ള, അതുപോലെ തന്നെ ഒരു കോമ്പാക്ട് രൂപത്തില്, അതുപോലെ തന്നെ എന്താണ് കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പാക്ട് എന്ന് പറഞ്ഞാല്
ന്യൂട്രിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനർജി സമീകൃത ആഹാരം. അല്ലെ, എന്തൊക്കെയായിരിക്കാം എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാല്? നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാറ്? ഇലക്കറികള്, മീൽസ്, റാഗി, പാല്, മുട്ട, എല്ലാം കൂടി നമ്മള് അവർക്ക് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പൂർണ്ണമായിട്ട് അല്ലെ അവര് എന്താണ് വളർച്ചയിൽ എത്താൻ സഹായിക്കുള്ളൂ. ഇനി in the lack of the required measures of nutrients, the child face incapability to cope with the situation with his age demand. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ള കോമ്പാക്ട് രൂപത്തിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി അത്തരത്തിലുള്ള ഫുഡ് അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? അവർക്ക് ഡെഫിഷ്യൻസീസ് വരും. എന്താണ്? വൈറ്റമിൻസ് ഉണ്ടാവില്ല, അവർക്ക് വൈറ്റമിൻസ് കിട്ടില്ല. ഇല്ല, എന്താണ് അവർക്ക് എപ്പോഴും അസുഖമായിരിക്കും അല്ലെ? കുറവായിരിക്കും. പിന്നെ എന്ത് പറയാൻ പറ്റും? വളർച്ച ഉണ്ടാവില്ല, അസുഖമായിരിക്കും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അല്ലെ? പിന്നെ നോക്കിയേ, ശരിയാണ്, അതിനനുസരിച്ച് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമില് എന്റെ മോള് 3.5 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താണ് ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ കുറവായിരുന്നു ആ ടൈമിൽ. അപ്പൊ കുട്ടീനെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ ചെല്ലുമ്പോ വെയിറ്റ് ഒക്കെ നോക്കുമല്ലോ അവര്. അപ്പൊ പറയും 3.5 കിലോ ഉണ്ടായിട്ട് പിന്നെ വെയിറ്റ് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയായിരുന്നു. എന്താണ് പ്രശ്നം, ഫുഡ് കഴിക്കണില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇതിനനുസരിച്ച് ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഓരോ അതിനനുസരിച്ചും എന്താണ് അവർക്ക് വെയിറ്റ് വെക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് അസുഖങ്ങള്, അതുപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല, അങ്ങനെയുള്ള പല അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് പോലെയുള്ള അസുഖങ്ങൾ വരില്ലേ മിസ്സേ? വരും. ഓക്കെ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല മിസ് പറയുന്നത്? ഓക്കെ ആണ് എല്ലാവർക്കും? ആരോ പിന്നെ ഇത് ഓഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ ആണല്ലേ? ചിലപ്പോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ചില സമയത്ത് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ആരും ഒന്ന് റേഞ്ചിലോടത്തൊന്ന് പോയിരിക്കും കേട്ടോ, ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. പിന്നെന്താ നോക്കിയേ, therefore both the parents and teachers must see that the children get the food required for their growth and power. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പേരൻസ് ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും ചിൽഡ്രൻ കൊടുക്കുന്ന ഫുഡ് അല്ലെ, അവർക്ക് കൊടുത്തു വിടുന്ന ഫുഡ് അല്ലെങ്കിൽ അവർ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ കൊടുത്തു വിടുന്ന ഫുഡ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അവിടെ ഇപ്പോ നമ്മൾ എന്താണ് അംഗനവാടിയിലായാലും എന്താണ് ഇപ്പോ ഫുഡൊക്കെ കൊടുക്കുന്നത് എന്താണ് ഇങ്ങനെയുള്ളതാണ്, കഞ്ഞിയും പയറ്, അതുപോലെ കപ്പലണ്ടി മിഠായി, അതുപോലെ പായസം കാണാറില്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അമ്മമാര്. അതുപോലെ ഉപ്പുമാവ് അല്ലെ, ഉപ്പുമാവ്, പിന്നെന്താ കടല, പാല്, മുട്ട, വെജിറ്റബിൾസ് കൊടുക്കാറുണ്ട്, എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട്. ഏതൊക്കെയാണ്? പിന്നെ ഒരു കൊച്ചു പറഞ്ഞിട്ട് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട്. ബിരിയാണി അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗനവാടിയിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്രീ കെ ജി സ്റ്റുഡൻസ് ആയാലും അവിടെയൊക്കെ ആയമാരുണ്ടാവും. ആയമാരായിരിക്കും ചിലപ്പോ കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് അവരായിരിക്കും. ടീച്ചേഴ്സ് ആയാലും ആയമാരുണ്ടാവും അവിടെ പ്രീ കെ ജി സ്റ്റുഡൻസിനൊക്കെ. ഓക്കെ, അപ്പൊ രണ്ടുപേരും പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കേണ്ടതാണ്.
they should be give food which is wealthy in carbohydrate, protein and minerals and vitamins. അപ്പോൾ എന്താണ് എങ്ങനെയുള്ള ഫുഡ്സ് ആണ് കൊടുക്കേണ്ടത്? നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയുള്ള ഫുഡ്സ് ആണ് കൊടുക്കേണ്ടത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് അല്ലെ, പ്രോട്ടീൻ അടങ്ങിയത്, മിനറൽസ്, അതുപോലെ വൈറ്റമിൻസ് അല്ലെ. ചില കുട്ടികൾക്കൊക്കെ വൈറ്റമിന്റെ വൈറ്റമിന്റെ കുറവ് മൂലം ബി കോംപ്ലക്സിന്റെ കുറവൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? വായിലൊക്കെ ഇങ്ങനെ പോളൊക്കെ വരുന്നത്, വൈറ്റ് കളറില് വെള്ളപ്പാടുണ്ടാവും. ആ, വെള്ളപ്പാട്, ബി കോംപ്ലക്സിന്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇനി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നജം അടങ്ങിയ ഫുഡ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോ. ഓക്കെ, പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി food is highly required for the normal functions of the human body and presentation of its health. The input of excessive quantity of the food will do more harm than good. Therefore, every human being has to regulate the input of the food. എന്താ പറയുന്നത്? നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഫങ്ഷൻ നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? നല്ലൊരു ഹെൽത്തി ഫുഡ് ആവശ്യമാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിയിൽ അധികമായിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അധികം കഴിച്ചാൽ എന്താ സംഭവിക്കുക? എക്സസീവ് ക്വാണ്ടിറ്റിയിൽ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ബോഡിക്ക് ഹാംഫുൾ സംഭവിക്കുന്നുണ്ട് അല്ലെ, പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മനസ്സിലായോ? എക്സസീവ് ആയിട്ട് അല്ലെ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ്? ഒരു മനുഷ്യന്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണോ? അതെ. ഇനി എന്താ? The quantity of food eaten is calculated in calories. Calories എന്ന് പറഞ്ഞാൽ എന്താണ്? Calories എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിന്റെ അളവ്. അളവല്ലേ. നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഇപ്പോ നല്ല രീതിയിൽ കലോറി കൂടുതലായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും പണിയെടുക്കുന്നില്ല എങ്കിൽ എന്താണ് ഈ ബാക്കിയുള്ള കലോറീസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി ഫാറ്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും നമുക്ക്? വണ്ണത്തടി ഉണ്ടാവും, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവോ? പിന്നെന്തൊക്കെയാ വരാ? ലിവർ, ഷുഗർ, എന്താണ്? പ്രതിരോധ ശേഷി കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. പിന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താ? കിതപ്പ് ഉണ്ടാവും. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അമിതമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് എല്ലാ രോഗങ്ങളൊക്കെയാണ് നമ്മൾ പാർത്തിരിക്കുന്ന രോഗങ്ങളൊക്കെയാണ്. ഡയബറ്റിക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്? The quantity required depends upon the various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which the food is used in the human body is called മെറ്റാബോളിസം. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവന്റെ വെയിറ്റ് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന മാസ്കുലർ വർക്ക് അല്ലെ, അവൻ എന്താണ് നമ്മളെ പോലെ, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, ചാടിക്കൊണ്ടിരിക്കും അല്ലെ. ഇരുന്ന സ്ഥലത്ത് ഇരിക്കാറുണ്ടോ അവര്? അങ്ങനെയാണോ ചെറിയ കുട്ടികൾക്ക്? അല്ലെ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവൾക്ക്. അതാണ് പ്രശ്നം.
എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ഇപ്പൊ അല്ലെങ്കിൽ എന്താ ഫോൺ കാണാൻ അല്ലെങ്കിൽ TV കാണുമ്പോഴാണ് കുറച്ച് സമയം ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഓട ചാട അവിടെ കയറാം, പടച്ച് കയറാം, ജനലിന്റെ അവിടെ കയറാം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് കുഞ്ഞു കുട്ടികളാവുമ്പോ അവർക്ക് എന്താണ് മാസ്കുലർ വർക്ക് അവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓട ചാട അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ അവരുടെ ഏജ് അനുസരിച്ച്, സെക്സ് അനുസരിച്ചിട്ടും ക്ലൈമറ്റ് അനുസരിച്ചിട്ടുമാണ് നമ്മൾ ഫുഡ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഫുഡ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട്, അവർ ചെയ്യുന്ന മാസ്കുലർ ബോഡി വർക്കുകൾ അതനുസരിച്ചിട്ട്. ഇപ്പൊ എന്താണ് കൂലിപ്പണിക്കാരന് കൂടുതൽ ഫുഡ് ആവശ്യമായിട്ട് വരും അല്ലെ. അത് ചെയ്യുന്ന ജോലി എന്തായിരിക്കും? നല്ല ഹാർഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഞാൻ അധികം വർക്ക് ചെയ്യുന്നില്ല അല്ലെ. അതുപോലെ തന്നെയാണോ കൂലിപ്പണിക്കാരൻ? വ്യത്യാസമില്ലേ? അവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? കുറെ അധ്വാനിക്കും. അതുപോലെ തന്നെ പണ്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് കുറെ അധ്വാനിച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താണ്, അധ്വാനിക്കുന്നുണ്ടോ? അധ്വാനിക്കല് കുറവാണല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴുള്ള, പണ്ടൊക്കെ എന്താണ് ആളുകൾക്ക് അത്ര രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള രോഗങ്ങളൊന്നും പെട്ടെന്ന് ഇപ്പൊ എന്താണ് 10-35 വയസ്സാവുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓരോരുത്തരും മരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തൊക്കെ. പണ്ടുള്ളവരെന്താണ് എത്ര വയസ്സ് വരെയൊക്കെ ജീവിക്കുമായിരുന്നു? ചെയ്യാൻ പറ്റുമോ? 110 അത്രയൊക്കെ അവര് ജീവിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗ്യാരണ്ടി ഉണ്ടോ? ചിലപ്പോ 10-30 വയസ്സാകുമ്പോഴത്തേനും എന്താണ് മരിക്കുകയാണ് അല്ലെ. ആണോ? അങ്ങനെയാണോ? നമ്മുടെ ഹാബിറ്റ്സ് ആണ് അതിന് കാരണം. ഓക്കെ, വേണ്ട രീതിയിൽ എക്സസൈസ് ഇല്ല. പണ്ടത്തെ മനുഷ്യർ എന്താണ് പാടത്തും പറമ്പിലൊക്കെ കളിച്ച് അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത്. കൂലിപ്പണിക്കാരനായാലും എന്താണ് അവരെപ്പോഴും അധ്വാനിക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാർ അധികം അധ്വാനിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ രോഗം വരാൻ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ 2 പാരഗ്രാഫും? മെറ്റാബോളിസം എന്ന് പറഞ്ഞത് എന്താ? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിയില് സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ, ഒന്ന് പറഞ്ഞുതരാം. ജീവൻ നിലനിർത്താനായിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഞാൻ പറയാം. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, 2 പാരഗ്രാഫ് മനസ്സിലായോ? മിസ്സേ, ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയോ? എനിക്ക് കറണ്ട് പോയാർന്നു ഇപ്പൊ. ഓക്കെ, മിസ് പറയാം കേട്ടോ, ഒരു പ്രാവശ്യം കൂടി പറയാം. ജീവൻ നിലനിർത്തുന്നതിനായി അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന
രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ മിസ് എഴുതി. താങ്ക് യു മിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് അല്ലെ. ഫുഡിനെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എനർജി സപ്ലൈസ് ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഉണ്ട്. 3 രീതിയിലാണ് ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ആണ് എനർജി സപ്ലൈസ്. Energy supplies from a significant part of our body. അല്ലെ, എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ വിതരണക്കാർ. ഓക്കെ, എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഊർജ വിതരണക്കാരൻ. അപ്പോ ഈ എനർജി സപ്ലൈസ് നമ്മുടെ ബോഡിയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കാം എനർജി സപ്ലൈസിൽ ഉൾപ്പെടുന്നത്? പറഞ്ഞു നോക്കോ. ചോറ്, കാർബോഹൈഡ്രേറ്റ്, വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ ഡയറി പ്രോഡക്ട്സ്, വെജിറ്റബിൾസ്. ഓക്കെ, ഇതൊക്കെയാണ് അല്ലെ. ഇപ്പൊ വീറ്റ്, അതുപോലെ മെയ്സ് കേട്ടോ. MAIZE ആണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ശരിയാക്കാം. MAIZE, മെയ്സ്. ചോളം. പിന്നെ സ്റ്റാർച്ചി ഫുഡ് ഏതായിരിക്കും? അന്നജം കേട്ടോ. വെജിറ്റബിൾസ് ഉണ്ട്. പൊട്ടാറ്റോ ഒക്കെയാണോ സ്റ്റാർച്ച്? ഉണ്ട്. വെജിറ്റബിൾസ്. പൾസസ് അറിയാലോ. പൾസസ് എന്താ? ധാന്യങ്ങള്. പയറുവർഗ്ഗങ്ങൾ. ഷുഗർ കെയിൻ എന്താ? അറിയാൻ പറ്റുമല്ലോ. സ്വീറ്റ് പൊട്ടാറ്റോ, ശർക്കര. ഇനി ബട്ടർ എന്തായിരിക്കും? അറിയാൻ പറ്റുമല്ലോ. മിൽക്ക് പ്രൊഡക്റ്റ് അല്ലേ ബട്ടർ? വെണ്ണ. ബട്ടർ മിൽക്കിന്റെ പ്രൊഡക്റ്റ് ആണോ? മെയ്സ് എന്താ മാം ഒന്നുകൂടെ പറയും? മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. MAIZE. ഇതൊക്കെയാണ് ഇത് എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഈ നോക്കിയേ. These foods supply energy to the body and keep it warm and active. എന്താണ് ഈ എനർജി സപ്ലൈസ് നമ്മൾ കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ ഫുഡ്സുകൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ കൂടുതൽ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു ഊഷ്മളത. വാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മളത കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ആവുന്നുണ്ട് അല്ലെ. നമുക്ക് കുറച്ചുകൂടി എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാരാ ഹെൽപ്പ് ചെയ്യുന്നത്? എനർജി സപ്ലൈസ് ആണ് കേട്ടോ. ഓക്കെ, ഏതാ വരുന്നത്? ഏതൊക്കെയാ വരുന്നത്? വീറ്റ് വരുന്നുണ്ട്, മെയ്സ്, സ്റ്റാർച്ചി, വെജിറ്റബിൾസ്, പൾസസ്, അങ്ങനെ തുടങ്ങിയവയാണ് എനർജി സപ്ലൈസിൽ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മിസ്. ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോഡി ബിൽഡേഴ്സ് പ്രോട്ടീൻ. ജിമ്മിനെല്ലാം പറഞ്ഞു പോകുന്നവരല്ലേ? മസിൽസ് എല്ലാം വലുതാവണ്ട. ബോഡി ബിൽഡേഴ്സില് എന്തൊക്കെ പെടാം? ഫിഷ്,
പാല്, മുട്ട, egg, nuts, milk, protein powder, പ്രോട്ടീൻ പൗഡർ. ഓക്കെ. oats, ജിമ്മിൽ പോകുന്നവരുണ്ടോ? ആരാ? മിസ് നോക്കട്ടെ. ആരാണ് ജിമ്മിന് പോകുന്നത്? ഞാൻ പോവില്ല, ഹസ്ബൻഡ് പോവും. അപ്പൊ ഹസ്ബൻഡ് കഴിക്കാറുണ്ട് ഇതൊക്കെ. ഓക്കെ ഓക്കെ. ഈ കെലോക്സും ഇതിൽ തന്നെ കഴിച്ചിട്ടേ. കെലോക്സ് ഇല്ലേ? മിസ് വായിക്കട്ടെ കേട്ടോ. ബോഡി ബിൽഡേഴ്സ് പറയട്ടെ മിസ്. പറഞ്ഞു. ഓക്കെ. എനർജി സപ്ലൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഏതൊക്കെയാണെന്നുള്ളതിന്? എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ബോഡി ബിൽഡേഴ്സ്. This type of food contain nutrients which are required to make the body and replace worn out tissues, meat, fish, milk, and fat products, dried beans and peas, nuts, cereals, etc. belong to this category. അപ്പോ ബോഡി ബിൽഡേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ഫുഡ്സ് അല്ലെ, മീറ്റ്, ഫിഷ്, മിൽക്ക്, ഇതൊക്കെയാണ് ബോഡി ബിൽഡേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്, ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ, ന്യൂട്രീഷൻ അല്ലെ, ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്, പോഷകങ്ങള് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ ശരീരത്തില് ചിലപ്പോ ചില ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോയേക്കാം. അപ്പൊ എന്താണ്, ഈ ഫുഡ്സ് കഴിക്കുന്നതിലൂടെ ആ ടിഷ്യൂസ് ഒക്കെ ഒന്നുകൂടി ബിൽഡപ്പ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? അതാണ് റീപ്ലേസ് വോംസ് ഔട്ട് ടിഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, ശരീരത്തില് നമ്മുടെ ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോയിട്ട് എന്താ ചില കലകള്. അപ്പൊ എന്താണ്, ഈ ഫുഡ്സുകൾ കഴിക്കുന്നതിലൂടെ മീറ്റ്, ഫിഷ്, മിൽക്ക്, അതുപോലെ എന്താണ് നട്ട്സുകള്, അതുപോലെ സിറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ധാന്യങ്ങൾ കേട്ടോ, ധാന്യങ്ങൾ ഇതൊക്കെ കഴിക്കുന്നതിലൂടെ ആ ടിഷ്യൂസിനെ നമുക്ക് എന്താണ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ മാം. ഫാക്ട് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കണേ? എന്ത്? ഫാക്ട് പ്രൊഡ്യൂസേഴ്സ് മിസ്റ്റേക്ക് ഉണ്ട് മോനെ, അവിടെ FAT എന്നാക്കണം കേട്ടോ, സി വെട്ടിക്കളയാം. പ്രൊഡക്ട്സ് പറയാൻ വിട്ടുപോയതാണ് അത്. കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ ഇനി? ഒന്നുകൂടെ പറയാമോ? ഫാക്ട് പ്രൊഡക്ട്സ്, അതിന്റെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. FAT, സി എന്നുള്ളത് വെട്ടിക്കളയാം. ഫാക്ട് പ്രൊഡക്റ്റ്. FAT ട്ടോ, സി എന്നുള്ളത് വെട്ടിക്കളയാം. ഓക്കെ. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എന്തായിരിക്കും പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാല്? അസുഖത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഫുഡാണ്. ഒരാൾ പറയോ? ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ്. അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫുഡാണ്. വെരി ഗുഡ്. അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഫുഡ്സ് ആണ് എന്ത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് അല്ലെ. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക. അപ്പൊ എന്താണ്, ഈ ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത്? എന്താ വരാ ബോഡിക്ക്? അല്ലെ, പ്രതിരോധ ശക്തി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. The protective food stuff contain protective essential substance, vegetables, fresh fruits, green leafy fish, milk, eggs, etc. include protective essence. അപ്പൊ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ വരുന്നത്? വെജിറ്റബിൾസ്, fresh fruits, Fruits, green fresh milk,
എന്തൊക്കെയായിരിക്കും ഗ്രീൻ ലീഫിൽ ഉൾപ്പെടുന്നത് അറിയാൻ പറ്റോ? ഗ്രീൻ ചീര. പിന്നെ ക്യാബേജ്, മുരിങ്ങയില, ചീര, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഗ്രീൻ ലീഫിൽ വരുന്നത് കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. സ്പിനാച്ച്, ബ്രൊക്കോളി, ക്യാബേജ് ഇതൊക്കെയാണ് കേട്ടോ. മനസ്സിലായോ? ഫുഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 3 തരത്തിലാണ്. എനർജി സപ്ലൈസ് ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഉണ്ട്. ക്ലിയർ ആയോ? മാം ചീരക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? സ്പിനാച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എടുത്താല് ഇനി സൈൻ ഔട്ട് ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് പറയുന്നത്? ക്ലിയർ ആണോ? ഇങ്ങനെ ക്ലാസ് ഹലോ മാം, ഞാനാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. അതെ. Hello, myself Adira TK. Good afternoon, ma'am, and my dear confidants. Today, in this class, I have got the opportunity to sign off. In the first place, I would like to thank our beloved instructor, Milrose Miss, for the class you have taken and for the effort and time you have given to us. In this class, we have discussed about the activity Miss had given to us last week. We could learn about our friends' daily routine from this activity. We also discussed about the importance of food, nutrition, and balanced diet, the necessity of having healthy food habits, the food that should be fed to children for their growth and development, the harmful effects of excessive intake of food, the factors that should be noted while taking food, metabolism, and the classification of food. You have provided great examples that make us understand. Thank you, ma'am, for giving us this knowledge in easy and effective way. I would like to thank all for your active participation and thoughtful contribution throughout the class, and I'm excited to see what we can explore in the next session. Until then, I wish everyone a great day. Thank you. Okay. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.